നല്ല സിനിമയാണ്. ചിലയിടങ്ങളിൽ കുറച്ച് വലിച്ചു നീട്ടലുണ്ടെങ്കിൽ കൂടി സ്ക്രിപ്റ്റ് വൈസ് വളരെ ഗംഭീരമാണ്. പിന്നെ അതൊരു ഒരു ഹൊറർ, ഒരു ചെറിയൊരു ഹൊറർ എലമെന്റ്സും അതിൻ്റെ കൂടെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ രീതിയിൽ പോകുന്ന സിനിമയാണ്. നല്ല സിനിമയാണ്. സ്റ്റാർട്ട് ടു എൻഡ് തിയേറ്ററിൽ പിടിച്ചിരുന്നുണ്ടോ? സ്റ്റാർട്ട് ടു എൻഡ് ഗംഭീരമാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ചിലയിടങ്ങളിൽ ചെറിയൊരു വലിച്ചു നീട്ടലുണ്ട്. പക്ഷെ എന്നിരുന്നാലും കുഞ്ചാക്കോ ബോബന്റെ പെർഫോമൻസ് ആയാലും ലിജോ മോൾ ജോസിന്റെ പെർഫോമൻസ് ആയാലും വളരെ മികച്ചതായിരുന്നു. പടം നല്ല പടമാണ്. നോർമലി ഉള്ള ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ത്രില്ലർ പുള്ളിയുടെ സ്ഥിരം പാറ്റേൺ ഓഫ് ഇതാണ്. പിന്നെ ഇതിൽ കുറച്ചുകൂടെ ഹൊറർ എലമെന്റ്സ് കാര്യം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലിയ ഹൊറർ അല്ല, എന്നിരുന്നാലും ആ ഒരു സ്റ്റോറി പാറ്റേൺ എടുത്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കുഞ്ചാക്കോവിൻ്റെ ആണ് മെയിനായിട്ടുള്ളത്. പുള്ളിയുടെ പെർഫോമൻസ് പുള്ളി മിനിക്ക് എടുക്കുന്നുണ്ട്, പുള്ളി സ്ഥിരം പാറ്റേൺ പോലെ. ഓവറോൾ കൊള്ളാം. മ്യൂസിക് കുറച്ചും കൂടെ ഇതാക്കാമായിരുന്നു, ചിലയിടത്ത് ലോ ആയിട്ട് തോന്നി എനിക്ക്. ഓവറോൾ നല്ലൊരു പോലീസ് കഥയാണ്. ക്ലൈമാക്സ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? കുറച്ച് പ്രഡിക്റ്റബിൾ ആണ്. കാരണം നമുക്ക് മനസ്സിലാവും ഇന്ന അടുത്താണ് പോയി നിൽക്കുന്നതെന്ന് പ്രഡിക്റ്റബിൾ ആണ്. എന്നിരുന്നാലും അത്യാവശ്യം കൊള്ളാം പടം. കാരണം അതൊരു എന്താ പറയാ, ഒരു ഡിഫറെന്റ് പ്രസന്റേഷൻ. ഒരു സിനിമ എങ്ങനെ മനോഹരമായിട്ട് ചെറിയ സ്റ്റഫ് വെച്ച് ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ള ഈ സിനിമയിൽ നിന്ന് കാണാം. കാരണം സംവിധാനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കണ്ട് മനസ്സിലാക്കാൻ ഒരുപാട് എലമെന്റ് ഉണ്ട്. പിന്നെ ചാക്കോച്ചന്റെ സ്വാഭാവികമായ അഭിനയ ശൈലി വെച്ചുകൊണ്ട് തന്നെ ആ ഒരു കഥാപാത്രത്തെ ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നല്ല തിയേറ്റർ ഒരു മിസ്റ്ററി ത്രില്ലറാണോ? ഒരു മിസ്റ്ററി ത്രില്ലറാണ്. ഷായ് കപൂറിന്റെ ഈ പോലീസ് സ്റ്റോറിക്ക് പോലത്തെ സ്റ്റോറിയാണ്. പക്ഷെ ഈ ഫസ്റ്റ് ഹാഫ് ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് കയറി വന്നിട്ട് അവസാനം കൊണ്ടുവന്നൊരു നോർമൽ എൻഡിങ് ആയി പോയി. അത്രേ ഉള്ളൂ. ഒരു ടിപ്പിക്കൽ മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു, ടിപ്പിക്കൽ അല്ലാത്ത രീതിയിലായിരുന്നു അവർ മേക്ക് ചെയ്തുകൊണ്ട് വന്നത്. എൻഡിങ് വന്നപ്പം ടിപ്പിക്കലായി പോയി. കണ്ടോണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ. ക്ലൈമാക്സ് വരെ കൊള്ളാം. ക്ലൈമാക്സിലൂടെ അടുക്കുമ്പോഴേ യൂഷ്വൽ കഥയായിപ്പോയി. അതുവരെ കൊണ്ടുവന്നത് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ലൈക്ക് നമ്മുടെ ഇലവിഴ പുഞ്ചിറ പോലത്തേക്ക് ഒരു അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് പ്രതീക്ഷിച്ച്, പക്ഷെ നോർമൽ ആയിട്ടൊരു ക്ലൈമാക്സ് ആയിപ്പോയി. ക്രൈം സ്റ്റോറിയാണ്. പടം ത്രില്ലിംഗ് ആണോ? ത്രില്ലിംഗ് ആയിട്ടുണ്ട്. ചാക്കോച്ചനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല ആക്ടിങ്. ലിജോ മോളുടെ ആക്ടിങ് കൊള്ളാം.